ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് ബികോം SDE സ്റ്റുഡൻസിൻ്റെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ലിഫോ? ലിഫോ മെത്തേഡ് എന്താണ്? ആൻസർ മെറ്റീരിയൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. But there are two methods. First one, first in first out FIFO method, and second one, last in first out LIFO method. FIFO method and LIFO method. അപ്പോൾ എന്താണ് LIFO method? Last in first out. LIFO is a method used to account for inventory. Under LIFO, the cost of the most recent products purchased are the first to be expensed. Other methods to account for inventory include first in first out and average cost method. അപ്പോൾ അവസാനം വാങ്ങിയത്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ലിഫോ. ഫിഫോ ആണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ സോൾവൻസി റേഷ്യോസ്? ആൻസർ A solvency ratio indicates whether a company's cash flow is sufficient to meet its long-term liabilities and thus is a measure of its financial health. The main solvency ratios are the debt to assets ratio, the interest coverage ratio, the equity ratio and the debt equity ratio. അപ്പോൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിന് സഫിഷ്യൻറ്റ് ക്യാഷ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള റേഷ്യോസാണ് സോൾവൻസി റേഷ്യോസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ടൈം ബുക്കിംഗ്? ടൈം ബുക്കിംഗ് അതേപോലെ ടൈം കീപ്പിംഗ്, ഇതൊക്കെ എന്താണ്? ദീസ് ആർ കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് വർക്കേഴ്സ് ടൈം. വർക്കേഴ്സിൻ്റെ ടൈം റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡ്സാണ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. അപ്പോൾ ടൈം ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ടൈം ബുക്കിംഗ് സിഗ്നിഫൈസ് ദ ടൈം സ്പെൻഡ് ബൈ എ വർക്കർ ഓൺ ഈച്ച് ജോബ് പ്രോസസ് ഓർ ഓപ്പറേഷൻ. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് വർക്കേഴ്സ് ആസ് കമ്പയർഡ് ടു ഇൻഡയറക്റ്റ് വർക്കേഴ്സ്. അപ്പോൾ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജോബിനും അതേപോലെ ഓരോ വർക്കിനും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും വേണ്ടി വരുന്ന സമയം, ചെലവഴിക്കുന്ന സമയം റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം ബുക്കിംഗ്. അനദർ മെത്തേഡാണ് ടൈം കീപ്പിംഗ്. അപ്പോൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് വർക്കേഴ്സിൻ്റെ അറൈവലും ഡിപ്പാർച്ചറും റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ടൈം കീപ്പിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്? Common size income statement is an income statement in which each line or item is expressed as a percentage of the value of revenue or sales. അതായത് ഓരോ ഐറ്റവും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് കാണിക്കുന്നതാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഇയറിലും ഒരു ടോട്ടൽ എമൗണ്ട് കോളം അതേപോലെ ഒരു പെർസെൻറ്റേജ് കോളം. അപ്പോൾ അതിൽ വരുന്ന ഓരോ ഐറ്റം, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണെങ്കിലും ഓഫീസ് എക്സ്പെൻസ് ആണെങ്കിലും സെല്ലിംഗ് എക്സ്പെൻസ് ആണെങ്കിലും ഓരോ ഐറ്റവും സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് കാണിക്കുന്നതാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് അബ്നോർമൽ ഗെയിൻ? ആൻസർ, if the actual loss of a process is less than that of expected loss, then the difference between the two will be treated as abnormal gain. In another way, we can define it as the difference between actual production and expected production. അതായത് ആക്ച്വൽ ലോസും അതുപോലെ എക്സ്പെക്റ്റഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്താണ്? ആക്ച്വൽ ലോസ് ഓഫ് എ പ്രോസസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ലോസ്. അതായത് എല്ലാ പ്രൊഡക്ഷനിലും നോർമൽ ലോസ് ഉണ്ടാകാം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന നോർമൽ ലോസ്, ആ നോർമൽ ലോസിനേക്കാൾ കുറവാണ് ആക്ച്വൽ ലോസ് എങ്കിൽ അപ്പോൾ അവിടെ എന്തുണ്ടാവും? നമുക്കൊരു ഗെയിൻ ഉണ്ടാവും. അതാണ് അബ്നോർമൽ ഗെയിൻ. അല്ലെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ. അപ്പോൾ നോർമൽ ലോസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഡക്റ്റ് ഇത്ര പ്രൊഡക്ഷൻ നടത്താമെന്ന് എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈ എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളറിയാതെ എന്താണ്? നമുക്ക് അൺഎക്സ്പെക്റ്റഡായി കിട്ടുന്ന ഗെയിനാണ് അബ്നോർമൽ ഗെയിൻ.
Okay, next question. What is stock velocity? Answer. There are 5 types of turnover ratios: fixed assets turnover ratio, working capital turnover ratio, debtors turnover ratio, creditors turnover ratio, and last one, stock turnover ratio. Stock turnover ratio indicates the number of times the stock has been turned over during the period. ഒരു വർഷം എത്ര പ്രാവശ്യം സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സായി മാറി. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഓർ ഇൻവെൻട്രി വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഇൻവെൻട്രി വെലോസിറ്റി ഈസ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ഇൻവെൻട്രി ഈസ് സൈക്കിൾഡ് ഇൻ എ ഗിവൺ പീരീഡ് ഫോർ ഈച്ച് ഐറ്റം. Inventory velocity is the underlying measure to improve inventory turns, which accountants define as follows. Inventory turnover ratio is equal to എന്താണ്? Cost of goods sold divided by average inventory on hand. Okay, next question. What is ABC analysis? ABC analysis അതായത് always better control. ABC analysis is a value-based system of material control. വാല്യൂൻ്റെ ബേസിൽ വാല്യൂ-ബേസ്ഡ് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോളാണ്. In materials management, ABC analysis is an inventory categorization technique. ABC analysis divides an inventory into 3 categories. A. Items with very tight control and accurate records. B. Item with less lightly controlled and good records. And C. Items with the simplest controls possible and minimal records. അതായത് മെറ്റീരിയൽസിനെ ഈ 3 കാറ്റഗറീസായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എ കാറ്റഗറി വിഭാഗം, സ്മോൾ ഇൻ നമ്പർ ആൻഡ് ഹൈ ഇൻ യൂസേജ് വാല്യൂ. അതിൻ്റെ നമ്പർ കുറവാണെങ്കിലും യൂസേജ് വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഗോൾഡ്. ഇനി നെക്സ്റ്റ് ബി കാറ്റഗറി, അതിൽ മീഡിയം നമ്പർ ആൻഡ് മീഡിയം യൂസേജ് വാല്യൂ. മീഡിയം നമ്പർ അതേപോലെ മീഡിയം യൂസേജ് വാല്യൂ. നെക്സ്റ്റ് സി കാറ്റഗറി, ഹൈ നമ്പർ ആൻഡ് ലോ യൂസേജ് വാല്യൂ. ഇങ്ങനെ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്? ആൻസർ. Marginal costing is not a method of costing like job costing, process costing, etc. It is a technique of ascertaining cost. It is a technique used for managerial decision making. It is used for the interpretation of cost to measure the profitability. മാർജിനൽ കോസ്റ്റിംഗ് എന്തല്ല, ഒരു മെത്തേഡല്ല. അതായത് ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൽ എന്താണ്? ജോബിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചെയ്യുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. അതേപോലെ പ്രോസസ് കോസ്റ്റിംഗ്, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകാൻ വേണ്ടി ഡിഫറൻറ്റ് പ്രോസസ്സ് വഴി കടന്നു പോകുമ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? പ്രോസസ് കോസ്റ്റിംഗ്. അതേപോലെ ഒരു മെത്തേഡല്ല മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ഇൻ ഷോർട്ട്, marginal costing is a technique of costing where costs are separated into fixed and variable, and only variable costs are charged to production. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ചാർജ് ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് എന്താണ്? എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പി വി റേഷ്യോ? ആൻസർ. The profit volume ratio, അതായത് പി വി റേഷ്യോ, is the measurement of the rate of change of profit due to change in volume of sales. It is one of the important ratio for computing profitability as it indicates contribution earned with respect of sales. അതായത് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പ്രോഫിറ്റ് വോള്യൂം റേഷ്യോ. It is the measurement of the rate of change of profit due to change in volume of sales. വോള്യൂം ഓഫ് സെയിൽസിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പ്രോഫിറ്റിൽ എത്രത്തോളം അത് എഫക്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ ചേഞ്ച് എന്താണ്, അത് മനസ്സിലാക്കുന്നതാണ് പി വി റേഷ്യോ, അതായത് പ്രോഫിറ്റ് വോള്യൂം റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? ആൻസർ. വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ നോൺ ആസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. It is the difference between companies' current assets, for example, accounts receivables, inventories of raw materials and finished goods. പിന്നെ അതേപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്.
കറണ്ട് ലയബിലിറ്റീസ് എക്സാമ്പിൾ അക്കൗണ്ട്സ് പേയബിൾസ്, അതായത് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 2017 ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ ഒരു വെയിറ്റേജ്, അതായത് 4 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.